ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് എങ്ങനെയാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. കൂന്തൽ ആക്ച്വലി എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അമ്മ എനിക്ക് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ നമ്മുടെ റോസ്റ്റിന് ചേർക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില പറിക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ കൂന്തൽ നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കൂന്തലും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ളത്ര ഉപ്പ് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് നമുക്ക് അടുപ്പയിലോട്ട് വെച്ച് ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് 2 സബോള, കറിവേപ്പില, പിന്നെ ഞാൻ എടുത്തേക്കുന്ന 2 ചെറിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സബോള അതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തക്കാളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കൂന്തൽ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അത് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നല്ല റെഡിയായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ലൊന്ന് റോസ്റ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റിലെ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വീഡിയോസ് വാച്ച് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.